ഫ്രണ്ട്ലി PSC ഞാൻ ആര്യ. അപ്പോൾ നമ്മൾ SCERT പുതിയ പുസ്തകത്തിന്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ SCERT 3ാം ക്ലാസ്സിലെ വൊക്കാബുലറി കഴിഞ്ഞ ദിവസം ഇട്ടിരുന്നു. അതുപോലെ നമ്മൾ SCERT പഴയ സിലബസ് ഫുള്ള് ചെയ്തിട്ടിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ. കാണാത്തവർ അതും കൂടെ കാണണം. അതിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഈ 2025 PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ SCERT പുതിയ പുസ്തകത്തിലെ 3ാം ക്ലാസ്സിലെ സാഹിത്യമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഇതുപോലെ SCERT ഇംഗ്ലീഷ് ലെച്ചൂസ് എജ്യൂടിപ്സിൽ ലെച്ചൂസ് എടുക്കുന്നുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് വേണ്ടവർ ആ ചാനലിൽ പോയാൽ ആ ക്ലാസ്സുകൾ കൂടെ നിങ്ങൾക്ക് കിട്ടും. SCERT പഴയ 3ാം ക്ലാസ് പഠിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതിൽ പറയുന്ന സാഹിത്യകാരന്മാരൊക്കെ പഴയ സാഹിത്യകാരന്മാരാണ് അല്ലേ? കാരണം അത് പഴയ ബുക്കായിരുന്നു. പിന്നെ അതിൽ കൂടുതലും ആധുനിക കവികൾ, സമകാലിക കവികളെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഉത്തരാധുനിക കവികളെയൊന്നും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ SCERT 3 പുതിയ സാഹിത്യകാരന്മാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെയും കൂടെ പരിചയപ്പെട്ടിരിക്കണം. അപ്പൊ നമുക്ക് തുടങ്ങാം. SCERT 3ാം ക്ലാസ്സിലെ സാഹിത്യം ഭൂമിയിലെത്തിയ വിരുന്നുകാർ. ഭൂമിയിലെത്തിയ വിരുന്നുകാർ എഴുതിയത് ജനു എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന KB ജനാർദ്ദനൻ എന്ന സാഹിത്യകാരനാണ്. അപ്പൊ ഒരു പുതിയ ചോദ്യം വേണമെങ്കിൽ SCERT-ൽ നിന്ന് PSCക്ക് ചോദിക്കാം. ജനു എന്ന നാമത്തിൽ, ജനു എന്ന തൂലികാനാമത്തിൽ ബാലസാഹിത്യ കൃതികൾ എഴുതുന്ന സാഹിത്യകാരനാണ് ഡാഷ്. ആരാണ്? KB ജനാർദ്ദനൻ. ഇപ്പോ ജനാർദ്ദനൻ എന്നൊക്കെ പറയുമ്പോ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ എന്താ കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് ജനാർദ്ദനൻ, അല്ലെ? അപ്പൊ ജാനു എന്നിട്ടൂടെ. അപ്പൊ ജനാർദ്ദനന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ജാനു എന്ന തൂലികാനാമത്തിലാണ് ഇദ്ദേഹം കൃതികൾ എഴുതുന്നത്. പ്രത്യേകിച്ച് ബാലസാഹിത്യ കൃതികളാണ് അദ്ദേഹം എഴുതുന്നത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുറീക്ക മാസിക നിങ്ങൾ വായിച്ചിട്ടില്ലേ? പണ്ട് യുറീക്ക പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ യുറീക്ക എന്ന മാസികയുടെ പത്രാധിപരായിരുന്നു ഇദ്ദേഹം. പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ ഒരു ഓഫീസറും കൂടെ ആയിരുന്നു. കൂടെ എന്തുകൊണ്ട് ബാലസാഹിത്യ കൃതികൾ രചിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പോയിന്റ് കിട്ടിയല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? ഭൂമിയിലെത്തിയ വിരുന്നുകാർ. ആരെഴുതിയേ? ജനു. ഇനി അടുത്തതാണ് ചിരുതക്കുട്ടിയും മാഷും. അപ്പൊ ഞാൻ ഇതൊക്കെ SCERT ടെക്സ്റ്റും കൂടെ ഒന്ന് ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ കണ്ണിനൊരു ഓർമ്മ കിട്ടുമല്ലോ. അപ്പൊ ചിരുതക്കുട്ടിയും മാഷും എഴുതിയത് പ്രൊഫസർ K പാപ്പൂട്ടിയാണ്. ജ്യോതിശാസ്ത്രജ്ഞനും കോളേജ് അധ്യാപകനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ മുൻ അധ്യക്ഷനും ഒക്കെ ആയിരുന്നു അദ്ദേഹം. അപ്പോ ചിരുതക്കുട്ടിയും മാഷും അതും എന്താണ്? ബാലസാഹിത്യം. കൂടുതലും 3ാം ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന കൂടുതലും ബാലസാഹിത്യകാരന്മാരുടെ കൃതികളാണ് കേട്ടോ. അപ്പൊ ബാലസാഹിത്യ കൃതിയായിരുന്നു ചിരുതക്കുട്ടിയും മാഷും. അതിനൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഈ അവാർഡൊന്നും SCERT-ൽ പറഞ്ഞിട്ടില്ല. പക്ഷെ SCERT-ൽ കുട്ടികൾക്ക് ഈ സാഹിത്യകാരന്മാരെ പഠിക്കേണ്ടത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? PSCക്ക് അവാർഡും കൂടെ മുൻകരുതലായിട്ട് പഠിച്ചിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ആഡ് ചെയ്ത് പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ചിരുതക്കുട്ടിയും മാഷും എഴുതിയ പ്രൊഫസർ K പാപ്പൂട്ടി, അദ്ദേഹത്തിന്റെ ചിരുതക്കുട്ടിയും മാഷും എന്ന ബാലസാഹിത്യ കൃതിക്ക് 2008 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി ബാലസാഹിത്യത്തിന്. അതുപോലെ 2011 കേരള സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി ബാലസാഹിത്യത്തിന്. അതും ക്ലിയർ ആയല്ലോ. പിന്നെ അടുത്ത കൃതിയാണ് മഴപ്പൊട്ടൻ. മഴപ്പൊട്ടൻ എഴുതിയത് മോഹനകൃഷ്ണൻ കാലടി. പുതിയ കവിയാണ്. അതായത് ഉത്തരാധുനിക കവിയിൽ ഒരാളാണ്. ഉത്തരാധുനിക കവികളിൽ ഒരാളാണ് മോഹനകൃഷ്ണൻ കാലടി. എന്താണ് ഉത്തരാധുനികം എന്ന് പറയുമ്പോൾ? ആധുനിക കൃതികള്. അതിൽ നിന്നും കുറച്ചുകൂടെ മോഡേൺ ആയിട്ടുള്ള രചനകളാണ് ഉത്തരാധുനിക രചനകളിൽ വരുന്നത്. അപ്പൊ അത്തരത്തില് ഉത്തരാധുനിക കവി, അതായത് പോസ്റ്റ് മോഡേണിസം എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ പോസ്റ്റ് മോഡേണിസത്തിൽ വരുന്ന ഒരു കവിയാണ് ആര്? മോഹനകൃഷ്ണൻ കാലടി. അപ്പൊ അദ്ദേഹത്തിന്റെ കവിതയാണ് മഴപ്പൊട്ടൻ. അതും നമുക്ക് SCERT-ൽ ഞാൻ ഒന്ന് വേഗം വായിച്ചു തരാം കേട്ടോ. പിന്നെ അടുത്ത കൃതി, അടുത്ത കവി, അത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള പ്രഭാവർമ്മ. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? പ്രഭാവർമ്മ ഒത്തിരി ചോദ്യങ്ങളും PSC ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ പ്രഭാവർമ്മയുടെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ അവാർഡ് കിട്ടിയ കൃതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പ്രഭാവർമ്മ അദ്ദേഹം ഒരു കവിയാണെന്ന് നമുക്കറിയാലോ. അദ്ദേഹത്തിന്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കൃതി ഏതാണ്? ശ്യാമമാധവമാണ്. ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഏതാണ്? അർക്ക പൂർണിമയാണ്.
അപ്പൊ അത് ഓർത്ത് വയ്ക്കാൻ വലിയ മാർഗങ്ങളൊന്നുമില്ല. എന്നാലും ഈ അർക്ക ആ ഒരു കേരള അങ്ങനെ ഒരു രീതിയിൽ, കാരണം ഈ രണ്ട് കൃതികൾ നിങ്ങൾക്കറിയാം, ശ്യാമമാധവവും അർക്കപൂർണിമയും പ്രഭാവർമ്മയുടെയാന്ന് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ശ്യാമമാധവം കേന്ദ്രവും അർക്ക വെച്ച് കേരളവും, അർക്കപൂർണിമ കേരളവും, കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അടുത്ത സാഹിത്യകാരന്മാര് ഒന്ന് വിജയലക്ഷ്മി, അത് ഓൾറെഡി നമ്മൾ പഴയ SCERT പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ കുമാരനാശാൻ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണല്ലോ. പിന്നെ കുഞ്ചൻ നമ്പ്യാര്. അപ്പൊ ഇത് മൂന്നും നമുക്കൊന്ന് നോക്കാം. അതുപോലെ നമ്മുടെ ഫ്രണ്ട്ലി PSന്റെ ബുക്ക്, ഇത് വാങ്ങാത്തവർ വാങ്ങുക, ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. കാരണം PSC സിലബസിലെ 13 സെക്ഷൻ, പിന്നെ സിലബസിൽ ഇല്ലാതെ PSC ചോദിക്കുന്ന കുറെ വ്യാകരണ ഭാഗങ്ങളില്ലേ, അതും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ SCERT പഴയതും പുതിയതും, പിന്നെ 2000-ലധികം മുൻകാല ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ 2025 ഓഗസ്റ്റ് മാസം വരെ അപ്ഡേറ്റ് ചെയ്ത് സെക്കൻഡ് എഡിഷൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് വാങ്ങാത്തവര് വാങ്ങുക, കോംബോ ഓഫറും കൊടുക്കുന്നുണ്ട്. പിന്നെ മലയാളം ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി PSC ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത പെയ്ഡ് ക്ലാസ്സിൽ ചേരാവുന്നതാണ്. ഫുള്ള് കോഡൊക്കെ വെച്ച് എൻ്റെ ക്ലാസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നല്ല കോഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി, ചുമ്മാ കേട്ടാലും മലയാളത്തിന് നല്ല മാർക്ക് കിട്ടത്തക്ക രീതിയിൽ സിംപ്ലിഫൈഡ് ആയിട്ടാണ് ക്ലാസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മലയാളം ബുദ്ധിമുട്ടുന്നവർക്ക് ഫ്രണ്ട്ലി PSC ആപ്പിലും ജോയിൻ ചെയ്യാം. പിന്നെ നമ്മളുടെ ബുക്കും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം. മലയാളത്തിലെ സമകാലിക എഴുത്തുകാരിൽ ശ്രദ്ധേയയായ കവയിത്രിയാണ്. അപ്പൊ ഇപ്പൊ ഉള്ള ആളാണ് ആര്? നമ്മുടെ വിജയലക്ഷ്മി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ വിജയലക്ഷ്മി എന്ന കവയിത്രിയുടെ പ്രധാന കൃതികളും കൂടെ നമ്മൾ നോക്കണം. പ്രധാന കൃതികൾ: മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ, ഒറ്റ മണൽത്തരി. മൃഗശിക്ഷകൻ, തച്ചന്റെ മകൾ, ഒറ്റ മണൽത്തരി. ഇത് നമ്മൾ പഴയ SCERT ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പിന്നെ അവാർഡ് കിട്ടിയ കൃതി എന്തായാലും നമ്മൾ പഠിക്കണം. നമ്മുടെ വിജയലക്ഷ്മിയുടെ മൃഗശിക്ഷകൻ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഏതാണ് കൃതി? മൃഗശിക്ഷകൻ. മൃഗശിക്ഷകന് ഏതാ കിട്ടിയിട്ടുള്ളത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വിജയലക്ഷ്മി ഓക്കെ. 3-ാം ക്ലാസ്സിൽ അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. വിജയലക്ഷ്മിയുടെ കുറച്ച് വരികൾ മാത്രമാണ് കുട്ടികൾക്കുള്ളത്. ഇനി നമ്മുടെ അടുത്ത ആള് കുമാരനാശാൻ. കുമാരനാശാന്റെ പുഷ്പവാടിയിലെ കുറച്ച് വരികളാണ് കുട്ടികൾക്ക് 3-ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. പുഷ്പവാടി ഒരു ഡാഷ് ആണ്, എന്താണ്? PSC കുറച്ച് നാളായിട്ട് ഇമാതിരി ഒരു ക്വസ്റ്റ്യൻ ഇറക്കുന്നുണ്ട്. അതായത് കുമാരനാശാന്റെ കവിതാ സമാഹാരമാണ് പുഷ്പവാടി. ഒരു കവിതയല്ല, പുഷ്പവാടി എന്ന് പറയുന്നത് കവിതാ സമാഹാരമാണ്. അപ്പൊ കുമാരനാശാന്റെ പുഷ്പവാടി ആണ് നമുക്ക് SCERT 3 പഠിക്കാനുള്ളത്. അപ്പൊ പുഷ്പവാടിയിലെ കുറച്ച് വരികളും 3-ാം ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്, നമുക്കൊന്ന് വായിക്കാം. അപ്പൊ കുമാരനാശാന്റെ ഒത്തിരി കാര്യങ്ങൾ ഞാൻ ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ വരികൾ മാത്രം വായിക്കാം, ബാക്കി ഹയർ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ ഇത് വായിച്ചു തരാം. അപ്പൊ കുമാരനാശാന്റെ പ്രത്യേകത എന്താണ്? മഹാകാവ്യം എഴുതാതെ മഹാകവിപ്പട്ടം നേടിയിട്ടുള്ള ആളാണ് കുമാരനാശാൻ. എന്തുകൊണ്ടായിരിക്കും മഹാകാവ്യം എഴുതാതിരുന്നത്? അതായത് മഹാകാവ്യം സാഹിത്യത്തിന്റെ ക്ലാസ്സിൽ ഫ്രണ്ട്ലി PSC ഞാൻ മഹാകാവ്യവും ഖണ്ഡകാവ്യവും തമ്മിലുള്ള വ്യത്യാസമൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ മഹാകാവ്യം എന്ന് പറയുമ്പോൾ കുറെ റൂളുണ്ട്. നായകൻ ഇന്ന ഗുണങ്ങളുള്ളവനായിരിക്കണം, പിന്നെ ഇന്ന 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 കാര്യങ്ങളൊക്കെ മഹാകാവ്യത്തിൽ വർണ്ണിച്ചിരിക്കണം. അതായത് കുറെ റൂൾസ് ഉണ്ട്. ആ റൂൾസിന്റെ ഇടയ്ക്ക് നിന്ന് കവി എഴുതുമ്പോൾ എന്താ, ഭാവനയ്ക്ക് കുറെ ലിമിറ്റേഷൻസ് വരും അല്ലേ. പക്ഷെ നമ്മുടെ കുമാരനാശാൻ എന്താ, ഖണ്ഡകാവ്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും നേടിത്തന്ന ഒരാളാണ്. അത്രമല്ല കുമാരനാശാന് മഹാകാവ്യങ്ങളോട് എതിർപ്പുണ്ടായിരുന്നു. മഹാകാവ്യങ്ങൾ അത്ര നല്ലതാണ് എന്നൊരു രീതിയല്ലായിരുന്നു. മഹാകാവ്യങ്ങളെ എതിർത്തിരുന്ന ഒരാളും കൂടാണ് കുമാരനാശാൻ. അദ്ദേഹം ഖണ്ഡകാവ്യ പ്രസ്ഥാനത്തിന്റെ ആളാണ്. അപ്പോ എന്നിട്ടും മഹാകാവ്യം എഴുതാതിരുന്നിട്ട് തന്നെ അദ്ദേഹത്തെ നമ്മള് മഹാകവി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. PSC ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ SCERT 3-ാം ക്ലാസ്സിലെ പുഷ്പവാടിയിലെ കുറച്ച് വരികളുണ്ട്, ഞാൻ വായിക്കാം, കേട്ടിരുന്നാ മതി. അതായത് തോട്ടത്തില് മരങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന എട്ടുകാലി വലയെ വർണ്ണിച്ചുകൊണ്ടുള്ള വരികളാണിത് കേട്ടോ. എട്ടുകാലിയെ വർണ്ണിച്ചുകൊണ്ടുള്ള, വലയിൽ ഇരിക്കുന്ന എട്ടുകാലിയെ വർണ്ണിച്ചുകൊണ്ടുള്ള വരികളാണ്. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൽ തന്റെ ശാഖയിൽ കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ 4 ഭാഗവും കുളത്തിനുള്ളു കാണും അർക്കബിംബമൊത്തു
കാറ്റിലി വെളുത്ത കണ്ണി വച്ചെഴും വിചിത്ര രൂപനാരിവൻ. അപ്പോ ഈ വരികളിലെ വരുന്ന വാക്കുകളുടെ അർത്ഥം ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതായത് തരു എന്താണ്? മരമാണ്. ശാഖ കൊമ്പാണ്. അർക്കൻ സൂര്യനാണ്. പിന്നെ വിചിത്ര രൂപൻ വിചിത്രമായ രൂപത്തോടു കൂടി. ഇതെല്ലാം SCERTയിലെ വൊക്കാബുലറി 3ാം ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. പുഷ്പവാടി കവിത കുമാരനാശാൻ. ഇനി അടുത്ത നമ്മളുടെ കുഞ്ചൻ നമ്പ്യാരുടെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന പോയിന്റ് PSC ചോദിക്കുന്നത് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്, പിന്നെ ജനിച്ചത് എവിടാണ്? കിള്ളിക്കുറിശിമംഗലം, തലക്കത്ത് ഭവനം കിള്ളിക്കുറിശിമംഗലം. പിന്നെ അദ്ദേഹത്തിന്റെ മണിപ്രവാള കൃതി ശ്രീകൃഷ്ണചരിതം മണിപ്രവാളം. പിന്നെ പ്രധാന തുള്ളലുകൾ ഏതൊക്കെയാ? ഓട്ടൻ, പറയൻ, ശീതങ്കൻ. അപ്പൊ ഇത്രയും കാര്യം. പിന്നെ ഇദ്ദേഹം ജീവിച്ചിരുന്നത് എന്നാന്ന് പണ്ടൊരു PSC ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എന്താണ്? 18ാം നൂറ്റാണ്ടിലാണ്. അതായത് 15ാം നൂറ്റാണ്ടിൽ ആരാണ്? ചെറുശ്ശേരി. 16ാം നൂറ്റാണ്ടില് എഴുത്തച്ഛൻ. 18ാം നൂറ്റാണ്ടില് കുഞ്ചൻ നമ്പ്യാര്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ. അടുത്ത നോക്കാം. നമുക്ക് SCERT ടെക്സ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. പ്രമുഖ സാമൂഹിക പ്രവർത്തകനും എഴുത്തുകാരനുമായ PT ഭാസ്കർ അദ്ദേഹത്തിന്റെ വരികളാണ് കൊടുത്തേക്കുന്നത്. അടുത്തത് രാമകൃഷ്ണൻ കുമാരനല്ലൂർ. അദ്ദേഹം ഒരു മലയാള ബാലസാഹിത്യകാരനാണ്. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുരസ്കാരമൊക്കെ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ യുറീക ദ്വൈവാരികയില്ലേ, അതിന്റെ പത്രാധിപരായിരുന്നു അദ്ദേഹം. ഒരു ഹൈസ്കൂൾ അധ്യാപകനാണ്, മലയാള അധ്യാപകന് ആണ്. കുറച്ച് പഴഞ്ചൊല്ലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൊക്കാബുലറിയിൽ പഠിച്ചതാണ്. ഈ 2025 PSC ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് കാണാം ഒരുമയുമായിട്ട് ബന്ധപ്പെട്ട ശൈലി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഓൾറെഡി പഠിച്ചു. പിന്നെ കുമാരനാശാന്റെ പുഷ്പവാടി ഓൾറെഡി നമ്മൾ കണ്ടതാണ്. പിന്നെ പ്രഭാവർമ്മയുടെ കവിത പഠിക്കാനുണ്ട്. പ്രഭാവർമ്മയെ കുറിച്ച് നമ്മൾ ഓൾറെഡി പഠിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ പ്രദോഷ മാഹാത്മ്യം. പിന്നെ പദശുദ്ധിയിൽ ഈ ഓട്ടൻ തുള്ളൽ എഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് പഠിക്കണം കേട്ടോ. ഓട്ടൻ തുള്ളൽ. ഇടശ്ശേരിയുടെ പൂതപ്പാട്ട് എന്ന കവിതയിലെ കുറച്ച് വരികൾ 3ാം ക്ലാസ്സുകാർക്ക് കൊടുത്തിട്ടുണ്ട്. അത് പഴയ SCERTയിലും ഉണ്ടായിരുന്നു. കാച്ചിയെ മോരൊഴിച്ചൊപ്പി വടിച്ചിട്ടു കാക്കേ പൂച്ചേ പാട്ടുകൾ പാടിട്ടു മാനത്തം വിളി മാമനെ കാട്ടിട്ടു മാമു കൊടുക്കുന്നു നങ്ങേലി. പൂതപ്പാട്ട് എഴുതിയത് ഇടശ്ശേരിയാണ്. ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ഇടശ്ശേരിയാണ്. അത് PSC ചോദ്യമാണ്. അടുത്തത് ലളിതാ ലെനിൻ കടൽ കവിതയാണ്. അതായത് ലളിതാ ലെനിൻ കവയിത്രിയാണ്. കുട്ടികൾക്കായി എഴുതിയ മിന്നു എന്നൊരു നോവലുണ്ട്. കുട്ടികൾക്കായിട്ട് നമ്മുടെ ലളിതാ ലെനിൻ, ബാലസാഹിത്യകാരി ലളിതാ ലെനിൻ എഴുതിയ ഒരു ബാലസാഹിത്യ കൃതിയുണ്ട്. അതിന് ബാലസാഹിത്യത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1986 കിട്ടിയിട്ടുണ്ട് കേട്ടോ. അഡീഷണൽ ഫാക്ട് ആണ്. അപ്പൊ മിന്നു എന്ന് പറയുന്ന കുട്ടികൾക്കായുള്ള നോവൽ കേരള സാഹിത്യം കിട്ടിയ ആർക്ക്? ലളിതാ ലെനിൻ. പി കുഞ്ഞിരാമൻ നായർ മുൻകാല ചോദ്യം ഏതാണ്? നിളയുടെ കവി എന്നറിയപ്പെടുന്ന ആരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. അതുപോലെ കവിയുടെ കാൽപ്പാടുകൾ എഴുതിയതാരാണ്? പി കുഞ്ഞിരാമൻ നായരാണ്. അടുത്തത് തിരുനല്ലൂർ കരുണാകരൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹം കവിയും സാഹിത്യകാരനും ഭാഷാ പണ്ഡിതനും വിവർത്തകനും ഒക്കെയാണ് തിരുനല്ലൂർ കരുണാകരൻ. തിരുനല്ലൂർ കരുണാകരന്റെ കവിതകൾ എന്ന സമാഹാരത്തിന് ആശാൻ പുരസ്കാരവും വയലാർ അവാർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ അദ്ദേഹത്തിന്റെ വരികളൊന്ന് വായിക്കാം. അലസതയറ്റി പാടങ്ങളിൽ വന്നല തല്ലുകയാണ് അധ്വാനം. ഭാഗം 2. ഇതിലാണ് നമ്മളുടെ കവയിത്രി വിജയലക്ഷ്മിയുടെ കവിത കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് സുഗതകുമാരി, കവയിത്രി സുഗതകുമാരിയെ പഠിക്കാനുണ്ട്. അപ്പൊ സുഗതകുമാരിയെ കവയിത്രിയെ പറ്റി നമ്മൾ ഓൾറെഡി SCERT പഴയ സിലബസിൽ പഠിച്ചതാണ്. അപ്പൊ എന്തായാലും ഞാനൊന്ന് പറഞ്ഞേക്കാം. PSC സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. പാതിരാ പൂക്കൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ രാത്രി മഴ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അമ്പലമണിക്ക് ഓടക്കുഴലും വയലാർ അവാർഡും. മണലെഴുത്തിന് സരസ്വതി സമ്മാൻ. ഞാൻ കോഡ് ഒന്നുകൂടെ പറയാം, നിങ്ങളൊന്ന് ഒന്ന് കേട്ടിരിക്കുക കേട്ടോ. പാതിരാ പൂക്കൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്. അപ്പൊ കോഡ് ഇതാണ്. കേരള സാഹിത്യവും കേന്ദ്ര സാഹിത്യവും കിട്ടിയത് ഓർക്കാൻ വേണ്ടിട്ട്. അതായത് രാത്രി മഴ പെയ്തത് കൊണ്ടാണ് പാതിരാപ്പൂക്കൾ വിരിഞ്ഞത് എന്നോർത്താല്. രാത്രിയിലെ മഴയല്ലേ പ്രധാനപ്പെട്ടത്. അപ്പൊ കുറച്ച് വലിയ അവാർഡ് കൊടുക്കാന്ന് ഓർക്കാം. അതായത് രാത്രി മഴയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. ഇനി അതുകൊണ്ടാണല്ലോ പാതിരാപ്പൂക്കൾ വിരിഞ്ഞത്. പാതിരാപ്പൂക്കളിന് എന്താണെന്ന് ഓർക്കണം? കേരള സാഹിത്യ അക്കാദമി അവാർഡാണെന്ന് ഓർക്കണം. പിന്നെ അമ്പലമണി
അമ്പലമണിക്ക് ഏത് കിട്ടി? ഓടക്കുഴലും വയലാറും. അപ്പൊ അമ്പലമണി, ഈ അമ്പലമണിയും ഓടക്കുഴലൊക്കെ അമ്പലത്തിലല്ലേ ഉള്ളേ, അപ്പൊ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് ഓടക്കുഴൽ ഓർക്കണം. പിന്നെ ഈ അമ്പലമണി വലിച്ചു അടിച്ച് നമ്മളങ്ങ് വലഞ്ഞു, അപ്പൊ വലഞ്ഞു വയലാർ അവാർഡ് ഓർക്കണം. പിന്നെ മണലെഴുത്ത് സരസ്വതി സമ്മാൻ. നമ്മൾ ഈ സരസ്വതി പൂജയ്ക്കാണല്ലോ എന്ത് ചെയ്യുന്നത്? മണലിൽ എഴുതുന്നത്. അപ്പോ ഇത് വെച്ച് ഈ കോഡുകളെല്ലാം വെച്ച് നിങ്ങൾക്ക് അത് തിരിഞ്ഞു പോകാതെ ഓർത്തു വെക്കാം. അടുത്തത് NP ഹാഫിസ് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ കുറച്ച് വരികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, NP ഹാഫിസ് മുഹമ്മദിന് ഏതാണ് കിട്ടിയത്? കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡാണ്. കൃതി ഏതാണ്? ബാലസാഹിത്യത്തിനുള്ളതാണ്. കുട്ടിപ്പട്ടാളത്തിന്റെ കേരള പര്യടനം. കുട്ടിപ്പട്ടാളത്തിന്റെ കേരള പര്യടനം. ഞാനൊരു കോഡ് പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചിരിക്കും. അതായത് ഈ കുട്ടിപ്പട്ടാളം, അതായത് പിള്ളേര് കേരള പര്യടനം നടത്തുക. ഈ പിള്ളേർക്ക് ബസ്സിലുണ്ടല്ലോ, ഫുൾ ടിക്കറ്റ് ആണോ എടുക്കേണ്ടത്, ഹാഫ് ടിക്കറ്റ് ആണോ എടുക്കേണ്ടത്? ഹാഫ് ടിക്കറ്റ് അല്ലേ? അപ്പൊ നമ്മുടെ ഹാഫിസ് എന്നുള്ള പേരിൽ ഹാഫ് ടിക്കറ്റ് കിടപ്പില്ലേ? അപ്പൊ കുട്ടികള് കേരള പര്യടനത്തിന് പോകുമ്പോ എന്ത് മതി? അവർക്ക് ഹാഫ് ടിക്കറ്റ് എടുത്താൽ മതി എന്ന് ഓർത്ത് നിങ്ങൾക്ക് ഓർത്ത് വെച്ചൂടെ? ഹാഫിസ് ആണ് കുട്ടിപ്പട്ടാളത്തിന്റെ കേരള പര്യടനം എഴുതിയെന്ന് ഓർത്ത് വെച്ചൂടെ? അത് നമ്മൾ കുറച്ചു മുമ്പ് ജാനുവിന്റെ, അതായത് KB ജനാർദ്ദന്റെ ഭൂമിയിലെത്തിയ വിരുന്നുകാർ പഠിച്ചില്ലേ? ഇതാണ് കേട്ടോ. ജനാധിപത്യം എന്നത് ഒത്തുചേർന്നുള്ള ജീവിതമാണ്. ആരാണ് പറഞ്ഞത്? BR അംബേദ്കർ. കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടമ്മാനും കൊട്ടാരവും പഠിക്കാനുണ്ട്. അപ്പൊ കുട്ടമ്മാനും കൊട്ടാരവും കുഞ്ഞുണ്ണി മാഷിൽ നിന്ന് PSC ചോദിച്ചിട്ടുള്ളതാണ്. കപടലോകത്തിൽ എന്നുടെ കാപട്യം സകലരും കാണുന്നതാണ്. പരാജയം എഴുതിയതാരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. കുഞ്ഞുണ്ണി മാഷാണ്. കൃഷ്ണൻ കാലടി മഴപ്പൊട്ടൻ കവിത പറഞ്ഞായിരുന്നല്ലോ, നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ ഉത്തരാധുനിക ആ കവിതകളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് മനസ്സിലാവും. ആധുനികത്തിൽ നിന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത്. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഒരു കുട്ടി പണ്ടൊരു റൊട്ടി കട്ടു, അവനെ മുതിർന്നവർ കെട്ടിയിട്ടു, വന്നവർ മാറി വേദനിപ്പിച്ചു വിഷം തളിച്ചു. ഈ വേദനിപ്പിച്ച് വിഷം തളിക്കുക, നിങ്ങൾക്കറിയാലോ ടോക്സിക് സെന്റൻസുകൾ നമ്മുടെ മനസ്സിലേക്ക് വിഷമല്ലേ തരുന്നത്. അത് ആലോചിച്ച് എത്രയോ സമയം പോകും, എന്തോരം വിഷമിക്കും. അപ്പൊ അതൊരു തരം വിഷമാണ്. ആയിടെ ഉണ്ടായ മോഷണങ്ങൾ എല്ലാം അവനെന്ന് സമ്മതിച്ചു, വിദ്യാലയം വിട്ട ബെല്ലടിച്ചു, വണ്ടികളേറെ കടന്നുപോയി, പോലീസ് വന്നു കയറഴിച്ചു, കയ്യാമം വെക്കാതെ കൊണ്ടുപോയി, പായുന്ന ജീപ്പിലെ പോലീസുകാരനെ ചാരിയുറക്കം പിടിച്ചിടുമ്പോൾ നിക്കറിൻ കീശയിൽ ഇക്കിളിയാക്കുന്നു, വക്കത്തു ലേശം നനഞ്ഞ റൊട്ടി. മോഹനകൃഷ്ണൻ കാലടി മഴപ്പൊട്ടൻ. അതുപോലെ നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടോ? മെയ് സിത്താര 2ാം ക്ലാസ്സുകാരി എഴുതിയ കഥയാണ്. അത് സുട്ടു പറഞ്ഞ കഥകളെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചു. അതിലെ കുറച്ച് കാര്യങ്ങൾ 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. നിങ്ങൾ പത്രത്തിൽ വായിച്ചതല്ലേ? അപ്പൊ ആ കുട്ടിയുടെയാണ് കേട്ടോ. മെയ് സിത്താര എന്ന 2ാം ക്ലാസ്സുകാരി എഴുതിയ ഒരു കഥയാണ് 3ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ളത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ വരികൾ കൂടെ ഒന്ന് വായിക്കാം. പാദമൂന്നി നിന്ന് വിണ്ണിലേക്ക് എത്തി നോക്കുന്നു, ഭൂമിയുടെ മോഹങ്ങൾ പോലെ മരങ്ങൾ. രവീന്ദ്രനാഥ ടാഗോർ. ഡോക്ടർ K ശ്രീകുമാർ, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? അദ്ദേഹവും ഒരു ബാലസാഹിത്യകാരനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഏതാ കൃതിയാണെന്നറിയാവോ? ചക്കര മാമ്പഴം. ചക്കര മാമ്പഴത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡും സമഗ്ര സംഭാവനയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ K പാപ്പൂട്ടി, ചിരുതക്കുട്ടിയും മാഷും നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പൊ SCERT 3ാം ക്ലാസ്സില് പുതിയ പുസ്തകത്തില് പുതിയ എഴുത്തുകാരെ, ബാലസാഹിത്യകാരന്മാരെ ഒക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നല്ലൊരു പാഠപുസ്തകമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് SCERT 3. അപ്പൊ ഇത്രയാണ് SCERT 3ാം ക്ലാസ്സിലെ സാഹിത്യം. അപ്പൊ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. നമുക്ക് SCERT 4ാം ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം കാണാം.